ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മളൊരു നാടൻ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ഉലർത്തിയത്, കുറേ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ഒരു നാടൻ ഡിഷാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അധികം മസാലയൊന്നും വേണ്ട. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4-5 പച്ചമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ചെറിയുള്ളി 1 കപ്പ്, തേങ്ങാക്കൊത്ത് 1 കപ്പ്, കറിവേപ്പില ഒരു 4-5 എണ്ണം. ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെക്കുക. ആദ്യം മാരിനേറ്റ് ചെയ്യണം. ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ ഈ കറിവേപ്പില അതിലേക്കിടും, എന്നിട്ട് നന്നായിട്ട് അതും തിരുമ്മി യോജിപ്പിക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇടുക. എന്നിട്ട് ആദ്യം നമ്മൾ 1 കപ്പ് തേങ്ങാക്കൊത്ത് അതിലേക്കിടും. എന്നിട്ട് നന്നായിട്ട് അത് ബ്രൗൺ ആവുന്ന വരെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും. നമ്മുടെ ഉലർത്തിന് നല്ല ഒരു ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂപ്പിക്കുന്നത്. അപ്പോൾ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്കിടും. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന വരെ നമ്മൾ അത് തീയിൽ സോട്ട് ചെയ്യും. അതിൽ ഇപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട്, എന്നിട്ട് നമ്മളൊരു 1/4 കപ്പ് വെള്ളം, അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് അത് വേവിച്ചെടുക്കുക. ചിക്കൻ അധികം വേവാൻ പാടില്ല, ഒരു 80% വെന്താൽ മതി. നമ്മൾ ഉലർത്തിയെടുക്കുമ്പോൾ ചിക്കൻ ചെതറി പോകും. അപ്പോൾ 80% കുക്ക് ചെയ്താൽ മതി. അപ്പം ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്, ഒരുവിധം വെന്തിട്ടുമുണ്ട്. എന്നിട്ട് നമ്മൾ തുറന്ന് വെച്ച് ഇനി വെള്ളം വറ്റിച്ചെടുക്കും. നമ്മൾ ഉലർത്തുമ്പോൾ വെള്ളം തീരെ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇനി മൂടി തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കും. ഇത് ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ല ഫ്ലേവറുമാണ്. അപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മളൊരു അയൺ കടായി എടുക്കും, അത് ചൂടാക്കും. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇടും. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ചെറിയുള്ളി 1 കപ്പ് അതിലേക്കിടും. എന്നിട്ട് അത് നന്നായിട്ട് ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്താൽ മതി. അതിലേക്ക് ഒന്ന് ഉള്ളി സോഫ്റ്റ് ആകുമ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും, പിന്നെ 4-5 പച്ചമുളക് ഇടും. എന്നിട്ട് വീണ്ടും സോട്ട് ചെയ്യുക. ഇത് ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്യുക. ഇപ്പോൾ ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉള്ളി അധികം ബ്രൗൺ ആവണമെന്നില്ല, ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. ബ്രൗൺ ആയാലും അത്രയും ടേസ്റ്റാണ് നല്ലതുപോലെ. എന്നിട്ട്
ഒന്ന് ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ മീറ്റ് മസാല ഇടും. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ നല്ല ഡ്രൈ ആയി വരുന്ന വരെ തീയിൽ സോട്ട് ചെയ്യുക. ഇത് നമ്മൾ ചിക്കൻ വേവിക്കുമ്പം അധികം വേകാൻ പാടില്ല. ഒരു 80% വേവ് മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉലർത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ചൊരു എണ്ണ അതിലേക്ക് ഡ്രിസിൽ ചെയ്യുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഉലർത്ത് റെഡിയായി. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തൊക്കെ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ നല്ല സൈഡ് ഡിഷാണ്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, comment and subscribe and share. Thank you for watching. Thank you.